അങ്ങനെ നമ്മുടെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. ഞാൻ ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്കൊത്തിരി ആവശ്യം വന്നിരുന്ന കുറേ ബുക്സൊക്കെ അവിടെ പിന്നെയും കണ്ടു കേട്ടോ. ആ സമയത്ത് പഠിക്കാൻ ഉണ്ടായിരുന്ന കുറേ ബുക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ബുക്സെല്ലാം കണ്ട് സത്യം പറഞ്ഞ തലയ്ക്കൊരു വക വട്ട് പിടിച്ചതുപോലായിപ്പോയി. പിന്നെ ബുക്സിലെല്ലാം നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു. നമ്മളവിടെ വാഷ്റൂമിൽ പോയി കൈ ഒന്ന് കഴുകി കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ പൊടിയും അഴുക്കും എല്ലാം പോകുന്നുണ്ടായിരുന്നു. ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ല ഒരുപാട് ബുക്സ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മലയാളം ഒന്നുമില്ല കേട്ടോ, മലയാളം ബുക്സ് ഒന്നും തന്നെ ഇല്ല, എല്ലാം ഇംഗ്ലീഷ് ബുക്സാണ്. നല്ല റീഡിങ് ഹാബിറ്റ്സ് ഒക്കെ ഉള്ളവർക്ക് പറ്റി സത്യം പറഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇവിടെ പോയി ഒന്ന് ഈ ഒരു ബുക്ക് ഫെയർ ഒന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് പറയുന്നത്. ഞാനും പുസ്തകത്തിനിടയിൽ കൂടി എല്ലാം പ്രാന്ത് പിടിച്ച് നടക്കുന്നതാണ് കാണുന്നത്. കാരണം നമ്മളിപ്പം ഇത്രയും ബുക്സിൻ്റെ എല്ലാം ടൈറ്റിൽ വായിച്ച് നോക്കി, അതിൻ്റെ ബാക്ക് എക്സ്പ്ലനേഷൻസ് എല്ലാം വായിച്ച് ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ച് നോക്കി ബുക്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ടൈം കൺസ്യൂമിങ് പരിപാടിയാണേ. അങ്ങനെ ഞാൻ ബുക്സ് എല്ലാം സെലക്ട് ചെയ്തു, കുറച്ചെല്ലാം ബാക്ക് കവറെല്ലാം വായിച്ച് നോക്കി, അതിൻ്റെ ജിസ്റ്റൊക്കെ മനസ്സിലാക്കി സെലക്ട് ചെയ്ത് ബുക്സ് എല്ലാം കൂടെ ആക്കി. ഏതാണ്ട് 1-1.5 മണിക്കൂർ കഴിഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. കുറച്ച് ഏരിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ടൈം കൺസ്യൂമിങ് പരിപാടിയാണ്. അങ്ങനെ ലാസ്റ്റ് ഇത്രത്തോളം ബുക്സ് എല്ലാം കൂടി കളക്ട് ചെയ്ത് അതെല്ലാം കൗണ്ട് ചെയ്ത് നോക്കി. ലാസ്റ്റ് അവരിരിക്കുന്ന കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. മാക്സിമം നമ്പർ ഓഫ് ബുക്സ് അല്ല, നമുക്ക് ആ ബോക്സ് അടയ്ക്കാൻ പറ്റണം. എന്തായാലും കൊള്ളാം. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നേരെ വീട്ടിലൊരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വന്നു. ഇത്രയും ബുക്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ കൂടെ ഓട്ടോബയോഗ്രഫീസ് ഉണ്ട്, സെൽഫ് ഹെൽപ്പ് ബുക്സ് ഉണ്ട്, നോവൽസ് ഉണ്ട്, അത്രയും ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള എല്ലാ ടൈപ്പ് ബുക്സും ഉണ്ട്. എനിക്ക് പഠിക്കാനുണ്ടായിരുന്ന ബുക്സ് വരെയും അതിനകത്തുണ്ട്. ഒരിക്കൽ വായിച്ച് പിന്നീട് അതിൻ്റെ സ്റ്റോറിയെല്ലാം മറന്നുപോയ ബുക്സും ഉണ്ട്. എങ്ങനെയായാലും നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ 1 ബോക്സിന്, ഈ ചെറിയ ബോക്സിന് 1200 രൂപയാണ് വില. വലിയ ബോക്സ് ഉണ്ട്, അതിന് 2500 രൂപയാണ് വില വരുന്നത്. നല്ല രീതിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഇത്തരം അവസരങ്ങളൊക്കെ ഇനിയും കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും പോവുക. എല്ലാവരും തന്നെ പറ്റുവാണെന്നുണ്ടെങ്കിൽ കാണുക. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. നല്ല റീഡിങ് ഹാബിറ്റൊക്കെ ഉള്ളവർക്ക്, പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക്, വീട്ടിലൊരു ലൈബ്രറിയൊക്കെ സൂക്ഷിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് ഇത്രയും ബുക്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ 10 ബുക്സിന് 1200 രൂപ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരെണ്ണത്തിന് 120 രൂപ വെച്ചിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ബുക്സാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.